ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 6-7 വയസ്സിലേക്ക് പിന്നിലോട്ട് പോവാണ്. അന്നത്തെ ഞങ്ങളുടെ ജഗതി എന്ന് പറഞ്ഞ ഗ്രാമം, അങ്ങിങ്ങായി ചില വീടുകൾ, ധാരാളം പറമ്പിൻ്റെ നടുക്ക് ഒരു വീടാണ് അന്നത്തെ കാലത്ത്. 1-2 പിള്ളേർ, ഓരോ വീട്ടിലും ഇതുപോലെ 2-3 കുട്ടികൾ. ഞങ്ങൾക്ക് മറ്റ് കളികളൊന്നും പറഞ്ഞുകൂടാ. ഇന്നത്തെ നമ്മുടെ പേരക്കിടാങ്ങളും നമ്മുടെ കുട്ടികളും കളിക്കുന്ന പോലെയുള്ള ക്രിക്കറ്റോ അല്ലെങ്കിൽ ബേസ്ബോളോ അങ്ങനെ ചെസ്സോ അങ്ങനെയുള്ള വലിയ വലിയ കളികൾ ഒന്നും നമുക്ക് യാതൊരു പരിചയവും. തലപ്പന്ത്, കുഴിപ്പന്ത്, അല്ലെങ്കിൽ കള്ളനും പോലീസും കളിക്കുക, അല്ലെങ്കിൽ പന്ത് കളി, കണ്ണ് കെട്ടിക്കളി, ഇങ്ങനെയൊക്കെ ചില കണ്ടുപിടുത്തത്തിലൂടെ ഉണ്ടായ ചില കളികൾ. അത് മുതിർന്ന ചേച്ചിമാരാണ് ഇതിൻ്റെയൊക്കെ, അല്ലെങ്കിൽ മുതിർന്ന ചേട്ടന്മാരായിരിക്കും ഞങ്ങളുടെയൊക്കെ ഒരു 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 എന്താ റഫറി എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യ ഒരു ഒരു ആഘോഷം എന്താണെന്ന് വെച്ചാൽ ഊഞ്ഞാൽ കെട്ടുക. ഈ ഊഞ്ഞാൽ ഇങ്ങനെ തള്ളി വിട്ട് കൊണ്ടുപോയിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ തിരുവനന്തപുരം പ്രദേശത്തൊക്കെ കുടം വിടുക എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രായത്തിൽ കുറഞ്ഞ ഒരു കുട്ടി ഇത് ഉന്തി കൊണ്ടുപോയിട്ട് അങ്ങ് വിടും. എന്നിട്ട് വീണ്ടും തിരിച്ച് അങ്ങനെ 25 തവണയായാൽ കുറച്ച് ഉപ്പേരി, അല്ലെങ്കിൽ 50 തവണ ആയാൽ ഒരു ഷർട്ടിൻ്റെ തുണി, ഇതൊക്കെയാണ് അന്നത്തെ. കാരണം ഈ നമ്മളുടെ മുതിർന്ന തലമുറയ്ക്ക് ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും വെറുതെ അധികം അധ്വാനമില്ലാതെ ഞങ്ങളെ കൊണ്ടൊക്കെ തൊഴിൽ ചെയ്യിച്ച് വെറുതെ ഇരുന്ന് ആടണമെന്നുള്ളത് ഇപ്പോൾ ഈ വൈകിയാണ് ഈ എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞത്. അന്ന് അതൊരു ത്രില്ലായിരുന്നു. അത് കഴിഞ്ഞാൽ വളരെ പരിചയമുള്ള ഒരു ഊഞ്ഞാലിൻ്റെ മേളിൽ നിന്ന് ഈ കയറിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആടും. അതിനെ തൊണ്ടൽ വെട്ടുക എന്നൊക്കെയാണ് ഈ തിരുവനന്തപുരം പ്രദേശത്തുള്ളവർ പറയുന്നത്. ഓരോ പ്രദേശങ്ങളിൽ ഓരോ രീതിയിലാണ് ആ പേര് അറിയപ്പെടുന്നത്. നിന്ന് വളരെ ബാലൻസ് വേണം അത്. അവിടെ തെറിച്ചു പോയാൽ മിക്കവാറും കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞാൽ മിക്കവാറും കൊച്ചുകുട്ടികൾക്ക് അക്കാര്യം അനുവദിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് ഓണം കഴിഞ്ഞതിനെ പറ്റിയുള്ള ദുഃഖമാണ്. അത് കഴിഞ്ഞാൽ അത്ത വിളക്കാൻ കൂടുക. അത് കഴിഞ്ഞാൽ അത്ത വിളക്കുന്ന ദിവസം ഈ വാഴയിൽ ഉണ്ടാക്കിയ പലഹാരം തരും. അന്ന് അന്യപ്രദേശത്ത് വെച്ചാൽ അന്യ സ്ഥലത്തെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ജംഗ്ഷനിലെ കുട്ടികളും എല്ലാം കൂടി വരും. അതെല്ലാം കൂടി അത്തമെല്ലാം ഇളക്കിയിട്ട് ആർപ്പോ ഈയോ വിളിയോ ഒക്കെ ആയിട്ട് പോവുക. പിന്നെ ഈ ദേഹത്തൊക്കെ ഒരുതരം പുല്ല് വെച്ച് കെട്ടിയിട്ട്, പുലികളി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഈ പുല്ലൊക്കെ ദേഹത്ത് വെച്ച് കെട്ടിയിട്ട് പാള കൊണ്ടൊരു മുഖമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരൻ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഈ താളത്തിനനുസരിച്ച്, മിക്കവാറും ഞങ്ങളെ പിള്ളേരൊക്കെ ആകുമ്പോൾ ഈ പഴയ ടിന്ന്, അന്ന് പഴയ ടിന്നിന് വലിയ ക്ഷാമമായിരുന്നു. പഴയ തകരപ്പാട്ടയ്ക്ക് ഇന്ന് ഇഷ്ടം പോലെ എവിടെ തിരിഞ്ഞു നോക്കിയാലും പാട്ടയാണ്. അങ്ങനെ ഈ പാട്ടുകളുമൊക്കെ കൊട്ടി ഇങ്ങനെ ഈശ്വരലാസൻ റോഡ് വഴി ഇങ്ങനെ, അല്ലെങ്കിൽ എടപ്പഴിഞ്ഞി റോഡ് വഴിയൊക്കെ വെറുതെ കുട്ടികളുമായിട്ട് ഒക്കെ ഇങ്ങനെ കൂട്ടുകാരുമായിട്ടൊക്കെ നിന്ന വേഷത്തിലേ പോകുന്നത്. പ്രത്യേകിച്ച് വേഷമൊന്നുമില്ല. ചിലർക്ക് നിക്കറുണ്ടാവും, ചിലർക്ക് കൊച്ചുകുട്ടികൾക്ക് അതും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പഴയ ഷർട്ട് എടുത്തല്ല, അന്നത്തെ ദിവസം പുതിയ ഷർട്ടൊക്കെയാണ്, ആ പഴയ ഷർട്ട് നനച്ചൊക്കെ ഇട്ട്. പിന്നെ ഈ പോകുന്ന ചില പരിചയമുള്ള വീട്ടുകാരൊക്കെ അവരുടെ കൂട്ടുകാരുടെയൊക്കെ മക്കൾ ഇതിലുണ്ടെന്ന അർത്ഥത്തിൽ വല്ലതുമൊക്കെ തരും വീട്ടിൽ നിന്ന്. അപ്പോൾ ഓണാഘോഷത്തിന് മാത്രം ഒരു നിയന്ത്രണവുമില്ല. ആർക്കും ആരോടും സമൂഹത്തിലെ ഏത് തലത്തിൽപ്പെട്ട, ഏത് തുറയിൽപ്പെട്ട, സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ട് നിൽക്കുന്നവരും മുന്നോട്ട് നിൽക്കുന്നവരും ഇടത്തരക്കാരുമായിട്ടും ഒക്കെ പരിപൂർണമായും ഒരാഴ്ച വരെ ഇടപെടുവാനും അവരുമായി ആശയവിനിമയം നടത്തുവാനും എന്താണ് ജീവിതമെന്ന് പഠിക്കുവാനും. കാരണം ഒരു പക്ഷേ ഒരു സമ്പന്ന വീട്ടിലെ കുട്ടി കഴിയുന്ന പോലെ ആവില്ല ഒരു സാധാരണ വീട്ടിലൊരു കുട്ടി കഴിയുന്നത്. അവൻ്റെ കഷ്ടപ്പാടും വേദനകളും ഈ പാട്ടകുട്ടി നടന്നുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് അവൻ്റെ മുഷിഞ്ഞ നിക്കറിനെക്കുറിച്ചും അവൻ്റെ ഇരുന്നിരുന്ന ആ ചന്തിഭാഗം കീറിയ ചന്തിഭാഗത്തെ തുണി കീറി ആ നഗ്നമായ അവൻ്റെ പ്രശ്നം വെളിയിൽ കാണുന്ന അവസ്ഥ. അപ്പോഴും നമ്മൾ ആലോചിക്കും, ഇങ്ങനെ നിക്കറിട്ടുകൊണ്ട് കുട്ടികൾ നടക്കും, എൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ നടക്കുമോ? അപ്പോൾ എൻ്റെ സ്വന്തം വസ്ത്രത്തിലേക്ക് ഞാൻ നോക്കും, എനിക്കങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലല്ലോ, എന്താണ് ഇങ്ങനെ? അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കുവാനും, മനുഷ്യരാരും സമന്മാരല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായി ആരും സമത്വത്തിലല്ല, അല്ലെങ്കിൽ ജാതീയമായും അല്ലെങ്കിൽ ഗോത്രപരമായും അവരിൽ വ്യത്യാസമുണ്ട്, പക്ഷെ ഇതൊരു വ്യത്യാസമല്ല, അവരും മനുഷ്യരുടെ കുട്ടികൾ തന്നെയാണ്. അങ്ങനെ ഒത്തൊരുമിച്ച് പോകുമ്പോൾ നമ്മളെക്കാൾ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന, സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയോട് നമുക്ക് അനുകമ്പ, സ്നേഹം, കരുണ, നമ്മുടെ ഒരു വസ്ത്രം അവന് കൊടുക്കാൻ തോന്നുക, നമ്മളെ ഓണം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ അവനെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവനെ കൊണ്ട് കൊടുപ്പിക്കുക, നമ്മുടെ അച്ഛനമ്മയും പരിചയപ്പെടുത്തുക. അങ്ങനെയുള്ള പരിചയപ്പെടുത്തലുകൾ
പിന്നെ വേണ്ടും വണ്ണം പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കന്മാരും അന്നുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. എവിടുത്തെ കൊച്ച നീ സ്കൂളിൻ്റെ പിന്നിലാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ ജഗതി സ്കൂളിൻ്റെ പിന്നിലാണോ ഉള്ളത്, അല്ലെങ്കിൽ അടുത്താണോ താമസിക്കുന്നത്, ബാ ഇരിക്കുക ആഹാരം കഴിക്കുക. അവൻ്റെ ആദ്യത്തെ ഒരു സങ്കോചമൊക്കെ ഇന്ന് ഞാൻ സിനിമയിൽ കാണുമ്പോൾ ഒരുപക്ഷെ അഭിനയത്തിൻ്റെ എൻ്റെ ഒരു വലിയ ഘടകം അതൊക്കെ തന്നെയാണ്. കാരണം അവൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും വന്ന് മറ്റൊരു വേറൊരു അന്തരീക്ഷത്തിലേക്ക് പെട്ടുപോകുമ്പോൾ അവൻ്റെ ജിജ്ഞാസയും അവൻ്റെ കൗതുകവും ഉള്ളിലെ സന്തോഷവും ഒക്കെ അന്നെൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ്. ഇന്ന് അത്തരമൊരു കഥാപാത്രം വരുമ്പോൾ എനിക്ക് അഭിനയത്തിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് അന്നത്തെ കാലത്ത് എൻ്റെ സതീർത്ഥ്യരുമായിട്ടുള്ള എൻ്റെ ഇടപെടലുകളാണ്. SSLC വലിയൊരു കടമ്പയായിരുന്നു. ഈ SSLC സമയത്ത് മാത്രം ഈ പാട്ടകൊട്ടി പോകാനുള്ള ഒരു പ്രവണതയൊന്നും അന്നില്ല. കാരണം കൂടുതൽ പഠിക്കാനുണ്ട്. ഇന്ന് +2 ഒക്കെ കരുതുന്ന എൻട്രൻസൊക്കെ കരുതുന്ന പോലെ വളരെ ഭീതിയോടുകൂടി വീക്ഷിച്ചിരുന്ന ഒരു പരീക്ഷയാണ് SSLC. SSLCക്ക് തോറ്റാൽ ജീവിതം പോയി എന്നുള്ള അവസ്ഥയായിരുന്നു. SSLCക്ക് തോറ്റാൽ പോയി. അന്ന് SSLCക്ക് റാങ്ക് മേടിച്ചാൽ തരുന്ന സമ്മാനമോ ഒന്ന്. പക്ഷേ ഇന്നത്തെ കുട്ടികളായ നിങ്ങളൊക്കെ മുമ്പിലിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ വിദ്യാർത്ഥികളായ എൻ്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അല്ലെ എൻ്റെ കുട്ടികൾ തെറ്റിദ്ധരിക്കും ഒരു ഫാവർ ലൂബ വാച്ചാണെന്ന് സമ്മാനം. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ഒരു വാച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉറക്കടച്ചപ്പെടുക. എൻ്റെ കുഞ്ഞുങ്ങളെ അന്ന് വാച്ചൊരു വലിയ ധനം തന്നെയായിരുന്നു. ഒരു ഫേവർ ലൂബ വാച്ച്, ഒരു ഹെൻറി സാൻഡോസ് വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കയ്യിൽ ഇന്നിപ്പോൾ ഒരു എയ്റോപ്ലെയിൻ കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കില്ലേ? അല്ലെങ്കിൽ വളരെ ഹൈ ടെക്നോളജി അല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ അല്ലെ ലാപ്ടോപ്പ് കിട്ടിയാൽ നിങ്ങൾ സന്തോഷിക്കില്ലേ? അതുപോലെ സന്തോഷിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഒരു ഫേവർ ലൂബ വാച്ചിന് വേണ്ടി ഉറക്കളച്ച് മാസങ്ങളോളം ഞാൻ SSLC പഠിച്ച് ഞാൻ ഫസ്റ്റ് ക്ലാസ് നേടിയിട്ടുണ്ട്. അന്ന് വളരെ അപൂർവമായിട്ട് കിട്ടുന്നതാണെന്ന് ഫസ്റ്റ് ക്ലാസ് എന്ന് കരുതിക്കോണം. ഇന്നത്തെ പോലെ ഒരു ക്ലാസ്സിൽ ഒരുപാട് പേർക്ക് ഫസ്റ്റ് ക്ലാസ് ഇല്ല. ഞാൻ സസ്യശാസ്ത്രം ഐച്ഛിക വിഷയമായെടുത്ത് പാസ്സായപ്പോൾ ഏതാണ്ട് 2 ഫസ്റ്റ് ക്ലാസ് ഇതിലുണ്ടായിരുന്നുള്ളൂ എന്ന് ഓർക്കുക. ബാക്കിയെല്ലാം ഒരു 4 ഹൈ സെക്കൻഡ് ക്ലാസ്സും ബാക്കിയെല്ലാം തേർഡ് ക്ലാസ്സുമാണ്. അങ്ങനെ ഈ 10ാം ക്ലാസ്സോടുകൂടി ഓണത്തിൻ്റെ ഒരു ആഘോഷ തീവ്രത ഒന്ന് കുറഞ്ഞു. കൂടുതൽ സമയം വീട്ടിലിരിക്കുക, പഠിക്കുക. പക്ഷെ അപ്പോഴും ഞങ്ങളുടെ പിൻതലമുറക്കാർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഈ പാട്ടയും കൊട്ടി ഇങ്ങനെ ഈ പുല്ലുമൊക്കെ ദേഹത്ത് വെച്ച് കെട്ടിയിട്ട് മറ്റേ പാള മുഖമൊക്കെ വെച്ചിട്ട് എൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത് ഞാൻ കാണുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാനും ഇതുവഴി നടന്നു പോയതാണല്ലോ എന്ന് അന്ന് ഞാൻ ആലോചിച്ചില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മതിലിൽ കൂടെ ഒന്ന് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കലാണ് ജോലി. എടാ അങ്ങനെ കളിക്കടാ, ആ പാട്ട ഇങ്ങനെ കൊട്ടടാ, അങ്ങനെ വെച്ചാൽ സ്റ്റെപ്പ് ഇങ്ങനെ വൈ, അങ്ങനെ വൈ എന്നൊക്കെ മതിലിൻ്റെ പുറത്തിരുന്ന് ഉപദേശം. കാരണം ഉപദേശിക്കാൻ വേണ്ടി എളുപ്പമാണല്ലോ, 10 പൈസ ചിലവില്ലല്ലോ. അങ്ങനെ മതിലിൽ നിന്ന് ഓരോ ചേട്ടന്മാരുടെ ഉപദേശവും കേട്ട് പിന്നെ എന്തെങ്കിലും കാശ് ഞങ്ങൾക്ക് കാശൊക്കെ കൊടുക്കും. അന്ന് അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ഇച്ചിരി വെട്ടിച്ചൊക്കെ എടുക്കുന്ന കാശുണ്ടാവും. അപ്പം അമ്മ ജീവിച്ചിരിപ്പിൽ ധൈര്യമായിട്ട് പറയാം, 2 രൂപയൊക്കെ തരുമ്പോൾ ഒരു 8 അണയൊക്കെ ഇങ്ങനെ പോക്കറ്റ് ഇട്ടേക്കും ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് ഈ ദുരുദ്ദേശപരമായ സീർട്ട് വലിക്കാനോ ഒളിച്ചു നിന്ന് ബീഡി വലിക്കാനോ മൂക്കുപ്പൊടി വലിക്കാനോ ഒന്നുമല്ല. ചില്ലറക്കാര്യത്തിൽ ഐസ്ക്രീം മേടിക്കുക, അന്നത്തെ ലവ്വോ എന്നൊരു മുട്ടായിയൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ച് ചവയ്ക്കുക. അതിന് വേണ്ടി ഇട്ടിരിക്കുന്നതൊക്കെ ഈ 50 പൈസയൊക്കെ ഇവർക്ക് കൊടുക്കും. അപ്പോൾ പിള്ളേർക്ക് അത് വലിയ ചേട്ടാ 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 അമ്പിളിച്ചേട്ടാ എന്നാണ് എന്നെ ആ നാട്ടിലുള്ളൊരു വിളിക്കുന്നത്, എന്നേക്കാൾ പ്രായം കുറഞ്ഞു. അങ്ങനെ അമ്പിളിച്ചേട്ടാ വിളിയും കേട്ടു, ഒരു 50 പൈസയും കൊടുത്തു. പിള്ളേർ ഇങ്ങനെ തുള്ളിച്ചാട്ടും. അപ്പോൾ പാട്ടകളുടെ എണ്ണം വർദ്ധിച്ചു. വേറെ ചില കമ്പനികൾ പാട്ടകൾ വലിപ്പം മാറി, വളരെ നീളത്തിലുള്ള പാട്ടകൾ വന്നു. അതായത് ടിന്നുകൾ, ഡാൽഡ ടിന്ന് അപ്പോഴും ഉണ്ട്, ഒരു അവിഭാജ്യ ഘടകമാണ്. അങ്ങനെ പല ടിന്നുകളും കൂട്ടി വീണ്ടും ഇങ്ങനെ കുട്ടികൾ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അതെല്ലാം കഴിഞ്ഞ് 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി വന്നപ്പോഴത്തേക്ക് ഓണം നിശേഷം മറന്ന മട്ടായി.